എനിക്ക് ഓൾറെഡി നന്നായിട്ട് ഫുഡിയാണ് ഞാൻ. അപ്പോൾ ഫുഡ് നന്നായിട്ട് ഇഷ്ടമായിരുന്നു. നമുക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന സാധനങ്ങൾ കഴിച്ചാൽ ഇന്ന റിസൾട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ലൈഫിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ റിസൾട്ട് ഉണ്ടാവുമെന്ന് കറക്റ്റ് ചെയ്യാൻ ആൾക്കാരില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ സ്കിന്നാണേലും എനിക്ക് ഭയങ്കര ഡ്രൈനെസ്സും പിമ്പിൾസ് ഒക്കെ നന്നായിട്ട് വരുമായിരുന്നു. ഇപ്പം അതൊന്നും വരുന്നില്ല. എനിക്ക് തോന്നുന്നു ആ ഫുഡ് പാറ്റേൺ മാറ്റിയപ്പോൾ എല്ലാം റെഡിയായി. എനിക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ PCOD, പിന്നെ മൈഗ്രെയിൻ ഉണ്ടായിരുന്നു, പിന്നെ ഫാറ്റി ലിവർ 2nd ഗ്രേഡ് ആയിരുന്നു, പിന്നെ അതുപോലെ ഒത്തിരി ഇഷ്യൂസ്, മൂഡ് സ്വിങ്സ്. അങ്ങനെ ഇപ്പോഴുള്ള മൂഡായിരിക്കില്ല, ഇച്ചിരി കഴിയുമ്പോൾ ചിലപ്പോൾ അത് മാറും. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ അത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. എനിക്ക് തന്നെ ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ബോഡി വീക്കാവും. മീൻസ് ഒരു 4 years മുമ്പ് ഇങ്ങനെയൊന്നല്ലായിരുന്നു. അന്ന് നമ്മൾ നല്ല വെയിറ്റ് കുറവായിരുന്നു. അപ്പോൾ എല്ലാത്തിനും നല്ലൊരു സ്യൂട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറി നന്നായിട്ട് ചേഞ്ചായി എല്ലാം. അതായത് എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവിടുന്ന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നാന്ന് അറിയത്തില്ലായിരുന്നു എന്താ സംഭവിക്കണേന്ന്. പിന്നെ വെയിറ്റ് ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ കൂടാ. അപ്പോൾ ഇതിന് മുമ്പ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയായിരുന്നു. അപ്പോൾ PCODക്ക് എനിക്ക് ചെറിയ ടാബ്ലറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. 3 months തന്നെ. അപ്പോൾ അതിൽ 1.5 മാസം കഴിച്ചപ്പോൾ ഭയങ്കര വെയിറ്റ് കൂടി ഇങ്ങനെ വരുക. പിന്നെ കുറേ ഡയറ്റൊക്കെ എടുത്തു നോക്കി, എഗ് ഡയറ്റ്, പിന്നെ കീറ്റോ, അങ്ങനെയൊക്കെ കുറേ എടുത്തു നോക്കി. പക്ഷേ അത് ലൈറ്റായിട്ട് കുറയും. പക്ഷെ അത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ബൾക്കായിട്ട് വീണ്ടും തടി വയ്ക്കും. കല്യാണം കഴിഞ്ഞ ശേഷം ആ സമയത്ത് അങ്ങനെ PCOD ഒന്നും ഇല്ലായിരുന്നു. വേറൊരു രീതിയിലുള്ളൊരു ബിഹേവിയർ, അങ്ങനെ വളരെ കൂളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു വെയിറ്റ് ഗെയിൻ വന്നു, അത് കഴിഞ്ഞ് PCOD വന്നു. അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ വന്ന സമയത്ത് എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ടാവുന്നു. ഭയങ്കരമായിട്ടുള്ള മൂഡ് സ്വിങ്, ഓവറായിട്ട് ദേഷ്യം, ജോലി മൊത്തം ബോഡി പെയിൻ, അങ്ങനെ പിന്നെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാവുകയും ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പം ട്രീറ്റ്മെൻറ്റുകൾ ചിലത് എടുത്തതാണെങ്കിൽ അത് അതിൻ്റെ രീതിയിൽ കിട്ടിയില്ല. അപ്പോൾ അതിനകത്ത് റോങ് അടിക്കുന്നു. അപ്പോഴത്തേക്ക് ശരിക്കും ഈ ഒരു ഡയറ്റിന് ശേഷം ഒരു ഫിസിക്കലായിട്ടുള്ള മാറ്റം എന്നുള്ളതിലും ഇതായിട്ട് ഒരു മെൻ്റലായിട്ടുള്ള ഒരു വ്യത്യാസം ഭയങ്കര കാരണം വളരെയധികം ടെൻഷൻസും അങ്ങനെ ഇരുന്നിട്ട് ഇപ്പോൾ കോൺഫിഡൻസ് എല്ലാം തിരിച്ചു വരികയും ചെയ്തു. അതുപോലെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ ക്ലിയറായി. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് ബോഡിക്ക് ഭയങ്കര കംഫർട്ടാണ് ഉള്ളത്. കാരണം ആദ്യം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഒരു സ്റ്റെപ്പ് ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കിതപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരിയൊക്കെ നടക്കുമ്പോഴേക്കും എനിക്ക് ദേഷ്യം വരും. കാരണം അയ്യോ എനിക്കിത് നടക്കാൻ പറ്റില്ല, ഭയങ്കര കിതപ്പ്. അങ്ങനെയാണ് എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങുന്നത് തന്നെ. ഈ ഡയറ്റിന് മുമ്പ് XXLക്ക് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അതായത് XLന്ന് XXLക്ക്. അപ്പോൾ എനിക്ക് എനിക്ക് ഷോപ്പിൽ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോലും ഇൻട്രസ്റ്റ് ഇല്ല. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എന്നെ കണ്ട വഴി തന്നെ XXL ആണല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ ഞാൻ ഇത്ര തടി വെച്ചോ. കാരണം ഞാൻ ലാർജായിരുന്നു, അതിൽ നിന്ന് മാറി XL ആയി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല. നമുക്ക് മനസ്സിലൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്നും ഇടാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XXLന്ന് ഇപ്പോൾ എനിക്ക് മീഡിയമായി സൈസ്, മീഡിയം. അപ്പോൾ മീഡിയത്തിൽ നിന്ന് എനിക്ക് ഇനി സ്മോളിലോട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു ചേഞ്ചാണ് ശരിക്കും പറഞ്ഞ് വന്നേക്കണേ. പിന്നെ വെയിറ്റ് ആണെങ്കിലും ഞാൻ 78, 79 അങ്ങനെ ഒരു രീതിയായിരുന്നു. ഇപ്പോൾ അത് 65 ആയിട്ടുണ്ട്. പിന്നെ ഇനി 60ലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഹസ്ബൻഡിന് ഇപ്പോൾ ഹാപ്പിയാണ്. ഇനി ഹസ്ബൻഡ് ഓൾറെഡി ഡയറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. എൻ്റെ ഒരു പാറ്റേണിലേക്ക് വരണം. അപ്പോൾ എന്നെ കുറേ പേര് കണ്ടിട്ട് ആ മാറ്റം അറിഞ്ഞിട്ട് ഞാൻ ഡോക്ടർ അനന്തൂനെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് ഓൾറെഡി ലൈവ് റിസൾട്ടാണ് കാണുന്നത്. അവരെപ്പോഴും എന്നെ കാണുന്നവരാണ് കസ്റ്റമേഴ്സ്. അപ്പോൾ അവർ പറയുന്ന ലൈവ് റിസൾട്ട് ഉള്ളപ്പോൾ നമുക്കിനി വേറെ ആളുടെ ഒപ്പീനിയൻ അറിയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു.